എല്ലാ ഭാഗത്തു നിന്നും ഓഫറുണ്ട്. അതുകൊണ്ട് അതാണ് അദ്ദേഹം പ്രവർത്തകരുടെ കൺവെൻഷനുകൾ നടക്കുമ്പോൾ കൊടുക്കുന്ന ആ ഒരു സന്ദേശം. ഒപ്പം വ്യക്തമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം. ആ വെള്ളം മുന്നണി മാറ്റം കരുതുന്നവർ ആ വെള്ളം അങ്ങ് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചോളൂ എന്ന് പറയുന്നു. അതായത് ഇതിലൊരു സമ്മർദ്ദ തന്ത്രമുണ്ടെങ്കിൽ ആ സമ്മർദ്ദ തന്ത്രം പ്രോപ്പർ ട്രാക്കിലാണ് എന്നുകൂടി ജോസ് കെ മാണി കരുതുന്നുണ്ടോ? അതായിരിക്കും ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു സൂചന. ഏതെങ്കിലും തരത്തിൽ കേരള കോൺഗ്രസ് എം ഒരു മുന്നണി മാറ്റത്തിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് കരുതാൻ പറ്റില്ല പറഞ്ഞ. കാരണം എന്താ വെച്ചാൽ ജോസ് കെ മാണിയുടെ നിലപാടുകൾ വളരെ കർക്കശമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു മുന്നണി മാറ്റത്തിനുള്ള യാതൊരു സാധ്യതയില്ല. ഞങ്ങൾ ഈ മുന്നണിയിൽ, ഇടതു മുന്നണിയിൽ വളരെ ഹാപ്പിയാണ്. നമ്മളിപ്പോൾ നേരത്തെ വി ഡി സതീശൻ വിസ്മയകരമായ മാറ്റങ്ങൾ UDF ഉണ്ടാവും എന്ന് പറയും. പിന്നീട് സണ്ണി ജോസഫ് അടക്കമുള്ളവർ, KPC പ്രസിഡന്റ് അടക്കമുള്ളവർ അത് ഏറ്റുപറയുകയൊക്കെ ചെയ്തു. അതുപോലെ UDF കൺവീനർ അടൂർ പ്രകാശും ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും UDFന് ഏറ്റവും പ്രയോജനമുണ്ടാകുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ഈ വിസ്മയ മാറ്റങ്ങളിലെ ആദ്യത്തെ കക്ഷി കേരള കോൺഗ്രസ് എം ആയിരിക്കും, ജോസ് കെ മാണിയുടെ പാർട്ടി ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിയുടെ പിന്നീടുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ സ്റ്റീഫൻ ജോർജ് അടക്കമുള്ളവരുടെ തൊട്ടു മുമ്പ് താങ്കളോട് സംസാരിച്ച സ്റ്റീഫൻ ജോർജ് അടക്കമുള്ള നേതാക്കളുടെ ഒരു നിലപാടുമൊക്കെ പരിഗണിക്കുമ്പോൾ ഏതായാലും പെട്ടെന്നൊരു ചുവടുമാറ്റം ഇടതു മുന്നണിയിൽ നിന്ന് UDFിലേക്ക് കേരള കോൺഗ്രസും വരാനുള്ള ഒരു സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഞാൻ വിചാരിക്കുന്നത് ചുരുങ്ങിയ പക്ഷം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കാം ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം ഒരുപക്ഷെ അവർക്കൊരു മനമാറ്റം ഉണ്ടാക്കിയേക്കും എന്ന് പ്രതീക്ഷ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം അവർ നിലപാട് കുറച്ചുകൂടെ കാർക്കശ്യ അല്ലെങ്കിൽ കടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയൊരു പ്രതീക്ഷ ഒരുപക്ഷെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സീറ്റുകൾ കിട്ടാതെ വരിക, ഇനി കിട്ടിയ സീറ്റുകളിൽ പോലും വിജയത്തിന്റെ ശതമാനം വളരെ കുറവായിരിക്കും, ഇടതുമുന്നണിക്ക് കാര്യമായ ഒരു മേൽക്കൈ ഇല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരിക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു തനി ആവർത്തനം സംഭവിച്ചേക്കാം. സാധ്യത കുറവാണെന്ന് തോന്നിയാൽ കേരള കോൺഗ്രസിന്റെ എന്താ പറയാ, പലപ്പോഴും വളരെ പ്രായോഗിക രാഷ്ട്രീയം കളിക്കുന്ന കേരള കോൺഗ്രസും അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്നവരാണ് അതിന്റെ നേതാക്കൾ പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഒരു വീണ്ടും വിചാരം ഉണ്ടായിക്കൂടുന്നില്ല. ഏതായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ അതിനുള്ള ഒരു സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, അതായത് ശരിയായിരിക്കും ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് പറഞ്ഞനുസരിച്ചും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ അവിടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ മോട്ടീവ് എന്നുള്ള കാര്യങ്ങളിൽ അത് സീറ്റുണ്ട്, തങ്ങൾക്ക് കിട്ടേണ്ട പരിഗണനയുണ്ട്, അത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. CPI എതിർത്ത് പറയില്ല, ഒരു വിഷയമില്ല എന്നുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ സ്റ്റീഫൻ ജോർജിന്റെ ഭാഗത്തുണ്ട്. സ്വാഭാവികമായിട്ടും LDFിനൊപ്പം നിൽക്കുന്നത് തന്നെയാണ് ജോസ് കെ മാണിക്ക് ഗുണകരം. അപ്പോഴും ഈ കോൺഗ്രസ് നടത്തുന്ന ചരടുവലികൾ, സണ്ണി ജോസഫ് മോൻസ് ജോസഫുമായി PJ ജോസഫുമായി ചർച്ച നടത്തിയിരിക്കുന്ന വാർത്തയൊക്കെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഒരു ലയനം എന്നുള്ള തരത്തിലൊക്കെയാണ്. കോൺഗ്രസ് ഈ കാണുന്ന പ്രതീക്ഷ ഈ സഭയുടെ പിന്തുണയിൽ മാത്രമാണോ? അങ്ങനെ അത്രയും ചരടുവലി നടത്താൻ എന്ത് ഘടകമാണ് പ്രേരിപ്പിക്കുന്നത് UDFനെ? അതായത് ഇപ്പോഴത്തെ അപർണ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നൊരു വിഷയം മലയോര മേഖലയിലെ അസംതൃപ്തി, അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന വലിയ ഭീഷണി, അത് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖല പുകയുകയാണ്. ആ മേഖലയെ നയിക്കുന്ന, അല്ലെങ്കിൽ ആ മേഖലയിലാണ് കത്തോലിക്ക സഭയ്ക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനും ഒക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. ഇവിടെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതോ, അതായത് മലബാർ മേഖലയിലെ സഭാ നേതൃത്വം പൂർണ്ണമായിട്ടും ഈ വന്യജീവി സംഘർഷത്തിന്റെ വിഷയത്തിൽ സർക്കാരിനെതിരാണ്. അത് താമരശ്ശേരി ആവട്ടെ, അതുപോലെ തലശ്ശേരി ആവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ മേഖലയിലുള്ള ഇപ്പൊ എല്ലാ ബിഷപ്പുമാരും, റമജിയോ സിഞ്ചനാനിയിലായാലും ശരി, അങ്ങനെ സകല ബിഷപ്പുമാരും ഇതിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുകയാണ്. സർക്കാർ തീരെ എന്താ പറയുക, സർക്കാരിന്റെ നടപടികൾ വളരെ വളരെ ദുർബലമാണ്, ആവശ്യത്തിനനുസരിച്ചില്ല, എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രം ഓടിയെത്തുന്നു. വനം വകുപ്പ് മന്ത്രി ആവട്ടെ തീരെ നിഷ്ക്രിയമായ, തീരെ എന്താ പറയുക, വളരെ അനവസരത്തിലുള്ള പ്രസ്താവനകളിലൂടെ അന്തരീക്ഷം വഷളാക്കുന്നു. അദ്ദേഹത്തിന് ഒരു കഴിവ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. വനം വകുപ്പിന്റെ പ്രകടനത്തെക്കുറിച്ച് അവർക്ക് വലിയ എതിർപ്പുണ്ട്. മാത്രമല്ല സമയത്ത് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ട്രെഞ്ച് കുഴിക്കാനാണെങ്കിലും ശരി, വൈദ്യുതി വേലി സ്ഥാപിക്കുന്നതിലൊക്കെ അക്ഷന്തവ്യമായ വീഴ്ചകൾ വരുന്നു എന്നൊരു നിലപാടുണ്ട്. പക്ഷെ അതേ രീതിയിലുള്ള ഒരു തീവ്ര നിലപാട്
അപർണ നമുക്ക് തെക്കോട്ട് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ചങ്ങനാശ്ശേരിയിലോ പാലായിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഇടുക്കി വലിയ തോതിൽ ഭീഷണി നേരിടുന്ന പ്രദേശമാണ്. അവിടെ പോലും ഈ മലബാർ മേഖലയിൽ വയനാട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ കണ്ണൂരിന്റെ കാസർഗോഡിന്റെയും കോഴിക്കോടിന്റെയും ഒക്കെ മലയോര മേഖലയിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു തീവ്ര വികാരം കുറെ കൂടി മലയോര മേഖലകളിൽ ഇടുക്കിയിൽ ഉണ്ടാവുന്നില്ല. ചങ്ങനാശ്ശേരി പാലാ കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള രൂപതകൾക്ക് അതൊരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് അവർ ഇടപെടുന്നത്. അവർ കാര്യമായ ഒരു തീവ്ര നിലപാടെടുക്കുന്നത്. അപ്പൊ രണ്ട് തരം താല്പര്യങ്ങളാണ് ഈ രണ്ട് മേഖലയിലും ഉള്ളത്. മാത്രമല്ല നമ്മൾ ഇതിനകത്ത് കാണാതെ പോകുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഇക്കുറി ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് മലബാറാണ്. കാരണം മുസ്ലിം ജനസാമാന്യം അല്ലെങ്കിൽ മുസ്ലിം വികാരം ഈ സർക്കാരിനെതിരാണ്. അത് നിലമ്പൂരിൽ വളരെ പ്രകടമായി കണ്ടു. അൻവർ ഉണ്ടായിട്ട് പോലും UDF-ന് വലിയ വിജയം ഉണ്ടായി. അത് ഒരുപക്ഷെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ആയിരിക്കാം LDF ഇത്തവണ ഏറ്റവും വലിയ തിരിച്ചടി. വയനാട്, കാസർഗോഡ് ഈ ജില്ലകളിലായിരിക്കാം LDF ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരിക. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വലിയ തിരിച്ചടി LDF-ന് നഷ്ടപ്പെടുത്തുന്ന സീറ്റുകൾ ഏതെങ്കിലും രീതിയിൽ ഒരു ഭരണം കിട്ടണമെങ്കിൽ പിന്നെ LDF-ന് നേടാൻ കഴിയുന്നത് മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ്. കോട്ടയവും തൃശ്ശൂരും എറണാകുളവും ഇടുക്കിയും പത്തനംതിട്ട അടങ്ങുന്ന ആ മധ്യ ജില്ലകളിൽ നിന്ന് നേടിയെടുത്തേ പറ്റൂ. ആ ജില്ലകളിൽ എന്ത് വില കൊടുത്തും ഈ സീറ്റുകൾ നേടണമെങ്കിൽ കേരള കോൺഗ്രസും ജോസ് കെ മാണിയുടെ പാർട്ടി കൂടെ ഉണ്ടായേ തീരൂ. അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ ജോസ് കെ മാണി അവരാഗ്രഹിക്കുന്നിടത്തോളം സീറ്റുകൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ അതേപടി അംഗീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ രീതിയിലുള്ള പരിഗണന കൊടുത്ത് ആ പാർട്ടിയെ കൂടെ നിർത്താൻ ഇടതുമുന്നണി ശ്രമിക്കും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അവർ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് മലബാറിലാണ്. ആ കമ്മി നികത്തേണ്ടത് ഈ പറഞ്ഞ മേഖലയിലാണ്. ആ മേഖലയിൽ ഇവരുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. അത് ഇടതുമുന്നണിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടിയെ നയിക്കുന്നവരും. അപ്പോൾ കേരള കോൺഗ്രസ് ഒരു പ്രഷ്യസ് എന്താ പറയാണ് ഒരു എലമെന്റ് ആണ്. അത് വളരെ വിലപിടിപ്പുള്ള ഒരു എലമെന്റ് ആണ് ഇടതുമുന്നണിക്ക്. UDF-നും അതറിയാം. ഓക്കെ, അത് വ്യക്തമാണ്. ശ്രീ ജോർജ് കൂടി പറയാം. ഇതിൽ മനസ്സിലാകാത്ത കാര്യം എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചോളം കടുത്തുരുത്തിയിലാണ് താൻ ഉറ്റുനോക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പോലും അത് വ്യക്തമാണ്. കടുത്തുരുത്തിയിലാണ് ജോസ് കെ മാണി തന്റെ പ്രചാരണങ്ങളും കുടുംബയോഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോൻസ് ജോസഫിന്റെ തടകം കടുത്തുരുത്തിയിലും UDF-ലേക്ക് വരികയും കടുത്തുരുത്തിയിലേക്ക് നോക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ജോസ് വരുന്ന സമയത്ത് തന്നെ മോൻസ് മുന്നണിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ജോസിനെ വിളിച്ചുകൊണ്ടുവന്ന് മോൻസിനെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കടക്കുമോ കോൺഗ്രസ്? അല്ലെങ്കിൽ അത് മയപ്പെടുത്താനാകും? അങ്ങനെ കോൺഗ്രസിന് എങ്ങനെ കരുതാൻ കഴിയും? പ്രത്യേകിച്ച് മോൻസ് ഇടത് മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ എത്രയോ കാലമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധ്യത കുറവാണ്. അതായത് മോൻസിനെ ബലി കഴിച്ചുകൊണ്ട് ജോസ് കെ മാണിയെ കൊണ്ടുവന്ന് കടുത്തുരുത്തിൽ നിർത്തി മോൻസിന് വേറൊരു സുരക്ഷിത സീറ്റ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആപത്ത് കാലത്തും അതുപോലെ തന്നെ UDF-ന്റെ സന്താപ കാലത്തും ഒക്കെ കൂടെ നിന്നവരാണ് മോൻസ് ജോസഫും പി ജോസഫും അടങ്ങുന്ന ആ കേരള കോൺഗ്രസ് വിഭാഗം. അപ്പൊ അവരെ പാടെ ഒഴിവാക്കിക്കൊണ്ട് മോൻസ് ജോസഫിനെ പോലെ വളരെ കൃത്യമായിട്ട് വളരെ ശക്തമായിട്ട് UDF-നൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ ബലി കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ട് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കടുത്തുരുത്തി ജോസ് കെ മാണിക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഇതിനുള്ള സാധ്യതയില്ല. അതിനേക്കാൾ എളുപ്പം പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ കാപ്പൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കാപ്പന്റെ സീറ്റ് കാപ്പന് UDF-ൽ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്താൽ ഈ പറഞ്ഞ വിരോധം ഉണ്ടാവില്ലല്ലോ. മറ്റൊരു പാർട്ടിയും കാപ്പൻ ഒറ്റയ്ക്കുമാണ്. അപ്പൊ ഒരു സ്വതന്ത്രനെ ബലി കഴിക്കുന്നതാണോ എല്ലാ കാലത്തും ഒപ്പം നിന്ന് UDF-ന് ശക്തി പകരുന്ന ഈ ജോസഫ് ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്ന് അകറ്റുന്നതാണോ? ഏതാണ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഏതാണ് കുറച്ചുകൂടി നല്ല മാർഗം, ഉത്തമ മാർഗം? അപ്പൊ അതൊരു പ്രശ്നമാണ്. ഇതിൽ PJ ജോസഫിന് ഒരു പക്ഷേ ഒരു അല്പം കൂടി ഒരു മയപ്പെട്ട സമീപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? സണ്ണി ജോസഫ് PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ മോൻസ് ഈ നിലപാട് നിൽക്കുകയും PJ ജോസഫ് മറിച്ചൊരു നിലപാടെടുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടോ? അങ്ങനെ ഒരു സാധ്യത മോൻസും PJ ജോസഫും കൂടെ വഴി പിരിയാനുള്ള ഒരു സാധ്യത അത് വളരെ റിമോട്ട് ചാൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം PJ ജോസഫിന് അറിയാം, PJ ജോസഫിനേക്കാൾ ഇപ്പൊ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പാർട്ടിയിൽ കുറച്ചുകൂടി ചെറുപ്പമായിട്ടുള്ള ഒരു നേതാവ്. PJ ജോസഫിന് പഴയ പോലെ എന്താ പറയാ പ്രായം അദ്ദേഹത്തിന് പല പരിമിതികൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് പഴയ പോലെ ആ രാഷ്ട്രീയ എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതൊക്കെ ആ ശേഷിയിലൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി പാർട്ടിയെ മുന്നോട്ട് നയിക്കേണ്ടത് മോൻസ് ജോസഫാണ്. മോൻസ് ജോസഫിനോട് പാർട്ടിക്കകത്ത് ഒരു ഭാഗത്തിന് ചില എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും മോൻസ് കുറെ കൂടി പ്രായോഗികമതിയായിട്ടുള്ള കുറെ കൂടി UDF-ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് ജോസഫും മോൻസും വഴിപിരിയാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഒരേ ഒരു സാധ്യതയുള്ളത് കേരള കോൺഗ്രസ് എമ്മും ഈ ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും
ജോസഫും ജോസ് കെ മാണിയും കീ പോസ്റ്റുകളിൽ വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും മോൻസിന്റെ ഒരു പ്രാധാന്യം കുറയും. അങ്ങനെ ഒരു സാധ്യതയല്ലാതെ മോൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു സാധ്യത വന്നാൽ മോൻസ് നിൽക്കുമോ അതോ മറുകണ്ഠം ചാടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇല്ലേ? തീർച്ചയായിട്ടും ഇത് ഒരുപാട് സങ്കീർണമായിട്ടുള്ള സമസ്യകളാണ് ഇതിനകത്തുള്ളത്. മോൻസും ജോസഫും തമ്മിൽ വഴി വിരിയും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആലോചിക്കാൻ പറ്റില്ല. ജോസ് കെ മാണിയും ജോസഫും തമ്മിലുള്ള ലയനവും അത്ര എളുപ്പം സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. കേരള കോൺഗ്രസ് എമ്മിന് ഇത്തരം ഒരു പരിഗണന LDF നിന്ന് കിട്ടുമ്പോൾ ആ പിണറായി വിജയൻ അടക്കമുള്ളവരോട് ഊഷ്മള ബന്ധം പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഉടനെ അവര് UDF ചാടുമോ എന്നുള്ള ചോദ്യം, വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങള്, ഒരുപാട് പെർമിറ്റേഷൻസും കോമ്പിനേഷൻസും ഇതിനകത്തുണ്ട്. അത് എങ്ങനെയൊക്കെ വന്ന് ഭവിക്കും എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ കുറച്ച് കാത്തിരിക്കല്ലത് ഒരു മാർഗ്ഗം. തീർച്ചയായിട്ടും ശ്രീ ജോർജ് ഇവിടെ ഒറ്റ കാര്യം കൂടെ, നമ്മൾ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മാത്രം നോക്കിക്കൊണ്ട് കോൺഗ്രസിനകത്ത് അതിൽ ഒറ്റ അഭിപ്രായം തന്നെയായിരിക്കുമോ? ജോസ് കെ മാണി തിരികെ UDF വരുന്നത് കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലമ്പൂരിലടക്കം ഉയർന്നു വരികയും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒറ്റ അഭിപ്രായമായിരിക്കുമോ?